ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സൺഡേ മോർണിംഗ് വ്ലോഗാണേ. അപ്പോൾ ഞായറാഴ്ചയായിട്ട് എന്തെങ്കിലും സ്പെഷ്യലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എപ്പോഴും റൈസൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ 2 നേരത്തേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 നാഴി അരി ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഒരു ക്യാരറ്റ് പിന്നെ ചെറിയ സവോളയാണ്. അതുകൊണ്ട് 3 സവാള ഞാൻ നന്നാക്കി എടുത്ത് വെച്ചെങ്കിലും 2 എടുത്തുള്ളൂ കേട്ടോ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും കൂടി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. സവാള നീളത്തെ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി ചെറിയതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇതിനകത്ത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്താട്ടോ ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാം. ഗ്രേറ്റ് ചെയ്തിടുമ്പം അത് എല്ലായിടത്തും നന്നായിട്ട് എത്തും. പിന്നെ നല്ലൊരു കളറും കിട്ടും കേട്ടോ നമ്മുടെ നെയ്ച്ചോറിന്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആക്കിയെടുത്തത്. അപ്പോൾ ഈ വീഡിയോസ് എടുക്കുന്നത് അമ്മൂസും അന്നമോളും കൂടിയാട്ടോ. എന്നെ കളിപ്പിക്കാനായിട്ട് വന്നതേ ഫോണൊക്കെ പിടിച്ചുകൊണ്ട് വന്നിരുന്ന് എൻ്റെ മുഖത്തേക്ക് സൂം ചെയ്തിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അവളുമാർ. ചിലപ്പോൾ ഇത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മഴയുടെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇവിടെ നല്ല മഴയാണ്. കുറച്ച് ദിവസമായിട്ട് അങ്ങനെ മഴ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും നമുക്ക് നന്നായിട്ട് മഴയൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അവിടെ നാട്ടിലൊക്കെ എല്ലാവർക്കും നല്ല മഴയുണ്ടോ? അപ്പോൾ നമ്മളുടെ അരി ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷം ഞാനൊരു അരിപ്പയിലേക്ക് അരിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതാ കുക്കർ വയ്ക്കാം. അപ്പോൾ ഞാൻ 7 ലിറ്ററിൻ്റെ വലിയ കുക്കറാട്ടോ വെച്ചിരിക്കുന്നത്. നമുക്കിത് സ്പൈസസൊക്കെ എടുത്ത് വയ്ക്കാം. അപ്പം ഞാൻ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ ഒരു ചെറിയ ജാതിപത്രി, ഇത്രയും കൂടിയാണ് ഇടുന്നത്. നമുക്ക് ആദ്യം തന്നെ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാൻ കുറേ നെയ്യ് കോരി ഒഴിക്കണമെന്ന് നിങ്ങൾക്ക് കാണാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനകത്ത് കിടക്കുന്ന സ്പൂൺ വളരെ ചെറുതാട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ഒഴിച്ചിട്ടുള്ളേ. നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ കുറേ വാരി ഒഴിക്കുന്ന കാണാം. അത് ചെറിയ ടീസ്പൂണാണ്. അതുകൊണ്ടാണ് കുറേ പ്രാവശ്യമായിട്ട് നെയ്യ് ഒഴിക്കുന്നത്. 2 ടേബിൾ സ്പൂണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിലേക്ക് സ്പൈസസ് മുഴുവനോടുള്ളത് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് സവാളയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഈ സമയത്തൊക്കെ ഞാൻ തീ കുറച്ചാട്ടോ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ സ്പൈസസൊക്കെ കരിഞ്ഞു പോകും, സവാള വേഗം കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇടാനായിട്ട് നോക്കിയോളൂ കേട്ടോ. ഇങ്ങനെ വഴറ്റണ സമയത്ത് ഞാൻ ഒരു ബുക്കൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ടല്ലേ. അത് നമ്മൾ എയർ ഫ്രയർ വാങ്ങിയപ്പം അതിൻ്റെ കൂടെ കിട്ടിയതാട്ടോ. അതിനകത്തൊരു 10-30 ഐറ്റംസിൻ്റെ റെസിപ്പി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയായിരുന്നു. ഇനി നമ്മളിത് അതിനകത്തേക്ക് ക്യാരറ്റൊക്കെ ഇട്ട് കൊടുത്തൊന്ന് വഴറ്റി, ക്യാരറ്റ് ഒന്ന് വഴന്ന് വന്നപ്പോഴേക്ക് നമുക്ക് അരി ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ബസ്മതി റൈസ് ആട്ടോ ഇത് ബ്രാൻഡ് ദാവത്ത് അങ്ങനെ എന്തോ പറയുന്നത് ബ്രാൻഡാണ്. ലോങ് ആണ്, നല്ല വലിയ അരിയാണ്, നല്ലതായിട്ട് വെന്ത് കിട്ടും. നല്ല അരിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ ചൂടുവെള്ളമൊന്നുമല്ല, പച്ചവെള്ളം തന്നെയാട്ടോ ഒഴിച്ചു കൊടുക്കാറ്. അപ്പോൾ 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം, ആ ഒരു കണക്കിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഒറ്റ വിസിൽ മതി കേട്ടോ. ഒരു വിസിൽ തന്നെ നല്ല കറക്റ്റ് പരുവത്തിൽ നമുക്ക് വെന്ത് കിട്ടും. നന്നായിട്ട് വിസിലടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ അടുപ്പിൽ നിന്ന് വേറെ അടുപ്പിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ തണുത്തിരിക്കുമല്ലോ, അല്ലെങ്കിൽ വീണ്ടും ചൂടത്ത് തന്നെ ഇരുന്നിട്ട് വീണ്ടും അരിക്ക് വേവ് കൂടാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ വേറൊരു അടുപ്പിലേക്ക് അത് മാറ്റി വയ്ക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് പാല് കൊണ്ടുവന്നിട്ടുണ്ടായി, അതും കൂടെ ഒന്ന് തിളപ്പിച്ച് വെക്കാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ലിറ്റർ പാല് ഇടവിട്ട ദിവസങ്ങളിലാട്ടോ നമുക്ക് പാല് കിട്ടുക. അപ്പോൾ ഞാൻ നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാറാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചിക്കൻ കറിക്കുള്ള സവാളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുക്കാം. ചെറിയ സവാള ആയതുകൊണ്ടാട്ടോ ഇത്രയധികം സവാള എടുത്തിരിക്കുന്നത്. വളരെ ചെറിയ സവാളയാണെങ്കിലും നല്ല സവാളയാണ്, എരിയൊക്കെ കുറവുള്ള സവാള. വലിയ സവാളയൊക്കെ ആകുമ്പോൾ ഭയങ്കര എരിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ചെറിയ സവാള നോക്കിയാണ് വാങ്ങിയത്. പിന്നെ നന്നായിട്ട് ഇത് കഴുകി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ പുറത്തൊക്കെ ചെറിയ കറുപ്പ് കളറുണ്ട്. അതൊക്കെ നന്നായിട്ട് കഴുകി മാറ്റിയതിന് ശേഷം നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പം ഞാൻ ഞായറാഴ്ചകളിൽ മാത്രമേ ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ.
ഞായറാഴ്ച ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ടൈം കിട്ടും. അതുപോലെ തന്നെ ചേട്ടൻ വീട്ടിലുള്ള ദിവസമാണ്. അപ്പം അല്ലൂസിനധികം ഓടി ഓടി എൻ്റെ അടുത്തേക്ക് വരില്ല. പക്ഷേ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ചേട്ടനില്ല കേട്ടോ. ചേട്ടന് കടയിൽ എന്തോ ആവശ്യം വന്നിട്ട് അങ്ങോട്ടേക്ക് പോയി. ചേട്ടനും കൂടെ ഉണ്ടാകുമല്ലോ എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്തൊക്കെയാണ് ഞാൻ ഇത് ഉണ്ടാക്കാനായിട്ട് എടുത്തത്. അല്ലെ പിന്നെ അത്രയും സമയമൊക്കെ അവനെ വിട്ടങ്ങോട്ട് മാറി നിന്നാൽ അവൻ ഭയങ്കര വാശി കൊണ്ട് വരും. അതുകൊണ്ട് ചേട്ടനുള്ള ദിവസങ്ങളിലാണ് ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് പ്രിഫർ ചെയ്യുള്ളൂ. അപ്പോൾ എന്തെങ്കിലും നമുക്കിനി കറിവേപ്പില എടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2-3 പച്ചമുളക് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളി. പിന്നെ ഈ കറിവേപ്പില ഞാൻ ഒരു 3-4 ആഴ്ച ആയതാട്ടോ, ഒരു മാസമായി ഏകദേശം അത് വാങ്ങിയിട്ട്. ഇതുപോലെ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി നന്നായിട്ട് വെള്ളം കളഞ്ഞതിന് ശേഷം ഇതുപോലൊരു കണ്ടെയ്നറിനകത്ത് അടച്ച് വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കും. അപ്പോൾ അത് കേടാവാണ്ട് ഇങ്ങനെ കറുത്തൊന്നും പോകാണ്ട് നല്ല ഗ്രീൻ കളറായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അങ്ങനെ പെട്ടെന്നൊന്നും ചീത്തയാവില്ല. ഒരു 2-2.5 മാസമൊക്കെ ഇങ്ങനെ തന്നെ, ഫ്രീസറിലൊന്നുമല്ല ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കണത്. നിങ്ങളാരെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയോളൂ. നന്നായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും നമ്മൾ സവോളയൊക്കെ നുറുക്കി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളകും തക്കാളിയും കൂടി ഒന്ന് കട്ട് ചെയ്യണം. ഒരു പഴുത്ത തക്കാളി കേട്ടോ, വലിയ അത്യാവശ്യം വലിപ്പമുള്ളൊരു തക്കാളിയാണ്, നല്ല പുളിയുള്ള തക്കാളിയാണ്. നമ്മുടെ കുക്കറൊക്കെ വിസിലടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു വിസിലടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനത് ഓഫാക്കിയിട്ട് മറ്റൊരു അടുപ്പിലേക്ക്, അതായത് ഓഫായിരിക്കുന്ന വേറെ അടുപ്പിൻ്റെ പുറത്തേക്ക് മാറ്റി വയ്ക്കും. ഇല്ലെങ്കിൽ അതവിടെ ഇരുന്നങ്ങ് വേവ് കൂടും. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഇവിടെ ചോറ് കുറച്ച് വേവ് കൂട്ടിയാട്ടോ വയ്ക്കുന്നത്. എനിക്കും ചേട്ടനൊക്കെ അതാണ്, ചോറിന് അത്യാവശ്യം വേവ് വേണം. ഇങ്ങനെ ഇച്ചിരി കുഴഞ്ഞിരിക്കുന്ന ചോറാണ് ഞങ്ങൾക്കിഷ്ടം. അപ്പോൾ എന്തെങ്കിലും ഞാൻ വേറൊരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിനുശേഷം കുറച്ച് പെരുംജീരകം ഇട്ടൊന്ന് പൊട്ടിച്ചു. അതിനുശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് മുരിഞ്ഞ് വരട്ടെ. ആ സമയത്ത് ഞാൻ തീ വളരെ കുറച്ചാട്ടോ വെച്ചിരിക്കുന്നത്. കഴുകി വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഈ സമയത്ത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ അതങ്ങനെ ഇരിക്കും കേട്ടോ. എനിക്ക് കഴുകി വെക്കുന്നതിനേക്കാളും മടിയുള്ള പണിയാണ് ഈ പാത്രങ്ങൾ പെറുക്കി വെക്കുക എന്നുള്ളത്. അപ്പം കുറേശ്ശെയായിട്ട് പെറുക്കി വെക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് വഴന്ന് വന്നപ്പോഴേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി ഈ സവാള ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റാൻ വെച്ചു. അതിനുശേഷം ഞാൻ വീണ്ടും ബാക്കി പാത്രങ്ങൾ മാറ്റാനായിട്ട് പോയി. ഒരുമിച്ച് നിന്ന് മാറ്റിയാൽ അവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങൾ കരിഞ്ഞു പോകുമല്ലോ. അതുകൊണ്ട് കുറേശ്ശെ സാധനങ്ങൾ മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ സവാളയ്ക്കകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നത് സവാള വേഗം വഴന്ന് വരാനാണ്. ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ടൈം എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് സവാള വഴന്ന് കിട്ടും. ഞാനിപ്പോൾ ഇതാ കുറച്ച് ലേറ്റായി, അതുകൊണ്ട് തന്നെ കുക്കറിലാണ് ചിക്കൻ കറി വയ്ക്കുന്നത്. സാധാരണ ഞാൻ പാത്രത്തിൽ തന്നെ വെച്ച് വേവിക്കാറാണ് പതിവ്. ഇന്നിപ്പോൾ കുറച്ച് നേരം വൈകിയോണ്ട് കുക്കറിനുള്ളിലാട്ടോ നമ്മൾ ഇത് വെക്കണത്. ഇതാ ഈ ഒരു 3 കപ്പിൻ്റെ ഇത് കണ്ട എൻ്റെ കയ്യിലിരിക്കണം. 3 കപ്പ് അടുപ്പും കൂടെ ഉള്ളതാട്ടോ. സ്റ്റീലാണ്, പുറമേ അത് പ്ലാസ്റ്റിക് ആണെങ്കിലും ഉള്ളിൽ സ്റ്റീലാണ്. അത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാട്ടോ. ഇനി നമുക്കിതാ മസാലകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് ചിക്കൻ്റെ മസാല കൂടി ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനിടയ്ക്കൊക്കെ അലോസം വന്നുകൊണ്ട് എന്നെ തട്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേന് ഓടി വരും. ഞാൻ എന്താ ചെയ്യണമെന്നറിയാനായിട്ട് ഓടി വരും. എന്നിട്ട് എൻ്റെ അടുത്ത് മമ്മ പാപ്പ അവന് കുടിക്കാൻ കൊടുക്കാനായിട്ട് ഫീഡ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നതാട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു, ഗരം മസാല ഇട്ട് കൊടുത്തു, കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തു, പിന്നെ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഈ സമയത്തൊക്കെ തീ ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് മറക്കരുത്. ഇല്ലെങ്കിൽ നമ്മുടെ മസാലയൊക്കെ അടി കരിഞ്ഞു പോകും. അതുകൊണ്ട് എപ്പോഴായാലും മസാലകളൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ തീ കുറച്ച് വയ്ക്കാനായിട്ട് നോക്കുക. അതിനുശേഷം എടുത്ത് വെച്ചിരുന്ന കുപ്പികളൊക്കെ എടുത്ത് തിരിച്ച് അതേ റാക്കിലേക്ക് തന്നെ വെച്ചു. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന തക്കാളി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അധികം അങ്ങ് വെന്തുടയാനായിട്ട് നിർത്തുന്നില്ല കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് 2 വിസിലാകുമ്പോഴത്തേനും നല്ല കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടും കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മൂടി തുറന്നിട്ട് കുറച്ച്
ഫ്രഷ് ക്രീമും കൂടി ഇട്ട് കൊടുത്തായിരുന്നു. ആ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ മറന്നുപോയേ, അതുകൊണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ കഴുകി റെഡിയാക്കി വെച്ചിരുന്നതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ അടുപ്പിൽ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ എല്ലാം ഒന്ന് അടിച്ചു വാരിയിടാം കേട്ടോ. എത്ര നമ്മൾ നന്നായിട്ട് സൂക്ഷിച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞാലും അതും ഇതൊക്കെ താഴെ വീഴും. അപ്പോൾ ഞാനെല്ലാം ഒന്ന് അടിച്ചു വാരിയിട്ട് ക്ലീനാക്കിയിട്ടു. ഇനി നമുക്ക് അതിൻ്റെ പുറമെല്ലാം ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ പാലൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നേ. ഇനി അതിൻ്റെ ചൂടൊക്കെ ആറിക്കഴിയുമ്പോൾ, നന്നായിട്ട് ചൂട് മാറിക്കഴിയുമ്പോഴേക്ക് ഞാനത് നേരെ മാറ്റിയെടുത്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കും. എന്നിട്ട് നാളെ ആവശ്യത്തിന് കുറേശ്ശെ ആയിട്ട് എടുക്കും. അങ്ങനെ കേട്ടോ ചെയ്യുന്നത്. എന്ത് ചെയ്യും, നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന 1-2 പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം കഴുകിയെടുത്ത് മാറ്റി വെച്ചു. ഇതാട്ടോ എൻ്റെ കിച്ചൺ. കുഞ്ഞ് കിച്ചനാണ് ഇവിടുത്തെ. നമുക്കധികം വലിയ സ്ഥലമൊന്നുമില്ല കിച്ചൺ. എനിക്ക് ഇവിടുത്തെ ഏറ്റവും പോരായ്മ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കിച്ചന് കുറച്ചുകൂടെ വലിപ്പം ഉണ്ടായിരുന്നത്. സ്റ്റോറേജ് സ്പേസൊക്കെ വളരെ കുറവാണ്. പാത്രങ്ങളൊക്കെ വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു പാത്രത്തിൻ്റെ മേലെ അങ്ങനെയാണ് ഞാൻ പാത്രങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അല്ലൂസ് നല്ല വാശിയിൽ വന്ന് ബഹളം വയ്ക്കാനായിട്ട് തുടങ്ങി. അപ്പം നമ്മുടെ ചിക്കനും വെന്തിട്ടുണ്ട്, റൈസായിട്ടുണ്ട്. നമുക്ക് റൈസ് ഒന്ന് തുറന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ട് നല്ല കളർഫുള്ളായിട്ട് നമ്മുടെ റൈസ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കാനായിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനും മക്കളൊക്കെ കൂടെ പോയി കഴിക്കട്ടെ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കിച്ചണിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണിലൊന്ന് മറക്കാണ്ട് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക റെസിപ്പീസൊക്കെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.